കാലവർഷം ശക്തമാകേണ്ട സമയമായിട്ടും ജില്ലയിൽ മഴക്കുറവ്. സാധാരണ ലഭിക്കേണ്ടതിന്റെ പകുതി പോലും മഴ ഇതുവരെ ജില്ലയിൽ ലഭിച്ചില്ല. ജൂൺ 1 മുതലുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ 62% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. ഇക്കാലയളവിൽ 1415.6 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 537.3 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത് ഇടുക്കിയിലും വയനാട്ടിലുമാണ്. കാലവർഷ സമയത്തും ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് ജില്ലയിലെ കാർഷിക മേഖലയ്ക്കും മൺസൂൺ ടൂറിസത്തിനും തിരിച്ചടിയായി. ഇടതോരാതെ മഴ പെയ്യേണ്ട കർക്കിടകത്തില് ഇതുവരെയും കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിക്കുന്നത്. പല മേഖലകളിലും പകൽ സമയം പതിവിലും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. മഴ കുറഞ്ഞതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞു. സാധാരണയായി ജൂലൈയിൽ ജലസമൃദ്ധമാകാറുള്ള പുഴകളും തോടുകളും ഇപ്പോഴും നീരൊഴുക്ക് കുറഞ്ഞ അവസ്ഥയിലാണ്. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ മഴക്കാലത്തെ പ്രധാന ആകർഷണമായ വെള്ളച്ചാട്ടങ്ങളും മുൻവർഷങ്ങളിലേതുപോലെ സജീവമായിട്ടില്ല. വലിയ തോതിലുള്ള മഴക്കുറവ് വൈദ്യുതി ഉൽപാദനത്തെയും കാർഷിക മേഖലയും സാരമായി ബാധിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കടുത്ത വേനലിന് പിന്നാലെ ജൂണിലെ മഴ ശക്തമാകുമെന്നായിരുന്നു കാർഷിക മേഖലയുടെ പ്രതീക്ഷ. ഇനിയും മഴ ലഭിക്കാതെ വന്നാൽ കർഷകർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മൺസൂൺ മഴ മുന്നിൽ കണ്ട കാർഷിക മേഖലയിൽ വലിയ മുതൽ മുടക്ക് നടത്തിയ ഒട്ടേറെ പേര് ഇപ്പോഴും ആശങ്കയിലാണ്. ഏലം മേഖലയിലാണ് മഴക്കുറവ് ഏറെ പ്രതിസന്ധി തീർക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.